ഹായ്, വെൽക്കം ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. പാട്ടിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഡയലോഗ്സ് ഒക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തിരിക്കുകയും ഡയലോഗ് പറയുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യം വരുന്നു. അപ്പം ഇങ്ങനെ ഒരു സൗണ്ട് എഞ്ചിനീയേഴ്സാണ് പറഞ്ഞത് മീരെ ഡബ് ചെയ്യാൻ പറ്റും. അന്ന് ഞാൻ ഈ ഡബ്ബിങ്ങിനെ പറ്റിയിട്ട് കേട്ടിട്ട് പോയി. ഡബ്ബിങ്ങോ അതെന്താ, ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നല്ല തിരക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വിഷൻ ഇല്ലാതാവുന്നു എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തി. ഇന്നിപ്പോൾ നമുക്ക് പലർക്കും ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അത് ആ ഒരു സ്റ്റേജിൽ എനിക്ക് ഡയഗ്നോസ് ചെയ്തത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് പലരും പറയാൻ മടിക്കുന്നതും, ഉണ്ടെങ്കിൽ പുറത്ത് പറയാൻ മടിക്കുന്നതും, എനിക്കൊരു ദുഃഖം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ മടിക്കുന്നതും, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു സംഭവമാണ് ഈ ഡിപ്രഷൻ. ആർക്കും അത് പറയാൻ താല്പര്യമില്ല. ഡബ്ബിങ്ങിന് ഈ മൈക്കിൻ്റെ ഇപ്പുറത്ത് മാത്രം നിന്നിട്ട് നമ്മളൊരു ക്യാരക്ടറിനെ ഡെലിവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പെർഫോം ചെയ്യുന്നു. ഇതിന് വേറെ പെർസ്പെക്റ്റീവ്സ് ഇല്ല. എനിക്ക് ഒരു നിർബന്ധവും ഇല്ല അതൊരു കംബാക്ക് തന്നെ ആയിരിക്കണമെന്ന്. പ്രയേഴ്സ് മാത്രം, എന്താണോ അത് നല്ലതിലേക്ക് എത്തട്ടെ എന്നുള്ള പ്രയേഴ്സ് മാത്രം. എപ്പോഴും ഞാനാണെങ്കിലും വന്നിട്ടുള്ളത് പുതിയ ആർട്ടിസ്റ്റുകൾ വരാനുള്ള ഓപ്പണിങ്ങിലൂടെയാണ്. കമ്മിങ് ബാക്ക് മോഡിലുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇന്ന് എൻ്റെ കൂടെ, മീര കൃഷ്ണ. കൂടുതൽ കാര്യം മീര തന്നെ പറയട്ടെ, അതാ നല്ലത്. ഹായ് മീര, വെൽക്കം. എനിക്ക് തോന്നുന്നു മീര ഇങ്ങനെ പ്ലസൻ്റായിട്ട് ഇങ്ങനെ ഒരു ഫ്രെയിമിലൊക്കെ കാണാൻ കിട്ടിയിട്ടൊക്കെ കാലങ്ങൾ. ഫ്രെയിമിൽ എന്നുള്ളതല്ല, മീര ഒരു ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ജോലി. ഒരു കാലത്ത് മീരയുടെ ശബ്ദം ഇല്ലാതെ പോയ ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് പറയുന്ന പോലെ കുറേ വർക്ക് ചെയ്തിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് മീര വാനിഷായി. ഫുള്ളി വാനിഷായില്ല, ഇടയിൽ ഇങ്ങനെ ഹസ്ബൻഡ് മൂവിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെറിയ നമുക്ക് സംസാരിച്ച് വരാം. അത് കഴിഞ്ഞ് ഇപ്പോൾ മീര ഒരു കമ്മിങ് ബാക്ക് മോഡിലാണ്. അതെ. അപ്പോൾ എന്തായിരുന്നു, എന്ത് കാരണം കൊണ്ടാണ് മീര കുറച്ചു കാലം ഞങ്ങൾക്ക് ഇല്ലാതെ പോയത്? അത് ഞാനായിട്ട് തീരുമാനിച്ചൊരു അപ്രത്യക്ഷമാവലായിരുന്നില്ല ആക്ച്വലി. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നല്ല തിരക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വിഷൻ ഇല്ലാതാവുന്നു എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തി. ഇന്നിപ്പോൾ നമുക്ക് പലർക്കും ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അത് ആ ഒരു സ്റ്റേജിൽ എനിക്ക് ഡയഗ്നോസ് ചെയ്തത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ അതെൻ്റെ നെർവ്സിൻ്റെ ഔട്ടർ ലെയറിനെ എവിടെ വേണമെങ്കിലും, ബോഡിയിൽ എവിടെ വേണമെങ്കിലും എൻ്റെ നെർവ്സിൻ്റെ ഔട്ടർ ലെയറിനെ ആയിരുന്നു അത് നശിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. സോ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ, മേ ബി ഒരു എക്സ്റ്റേണൽ ഫാക്ടർ എന്തെങ്കിലും, ചിലപ്പോൾ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും എഫക്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു മോഡായിരുന്നു അത്. അപ്പം ഞാനറിയാതെ ഞാൻ ആക്ച്വലി ഡിപ്രഷനിലേക്കും പോയിരുന്നു. സോ ഇതിൻ്റെ പാർട്ടായിട്ട്. അതെ അതെ, അതിൻ്റെ പാർട്ടാണോ എനിക്കറിയില്ല. അതിൻ്റെ പാർട്ടായിരുന്നോ, ഒരു മെഡിസിൻസ് എന്നെയായിട്ട് സെറ്റാവാത്തതാണോ? അപ്പം ഇതൊന്ന് റിക്കവറായി. ഓട്ടോ ഇമ്മ്യൂണിറ്റി ആക്ച്വലി എനിക്ക് നല്ല രീതിയിൽ കുറഞ്ഞു, അതിനോടുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു. പക്ഷേ ഞാനത് കഴിഞ്ഞ് നേരെ ഡിപ്രഷനിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് പറയാൻ ഭയങ്കര മടിയുള്ള കാര്യമാണ്. ആർക്കും ഡിപ്രഷനൊന്നും പുറത്ത് പറയാൻ താല്പര്യമില്ല, പക്ഷേ ഇറ്റ് ഈസ് എ ഫാക്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വളരെ ലൈവായിട്ട് നിൽക്കുന്ന ഒരാൾ ഇഷ്ടപ്പെട്ടൊരു മേഖലയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നു. ചിലപ്പോൾ അതും ഒരു റീസൺ ആയിരിക്കാം ഒരു ഡിപ്രഷനിലേക്ക് പോകാനൊക്കെ. പക്ഷെ നമ്മൾ കടന്നു പോകുന്ന കാര്യം എന്താണെന്ന് നമ്മൾ മാത്രമാണ് അറിയണത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇത് ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ മനസ്സിലാവുക. ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജഡ്ജ്മെന്റലായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുക, ആ രീതിയിൽ എന്തെങ്കിലും? കംപ്ലീറ്റ്ലി ചുറ്റുമുള്ള ഒരു ഇൻഡസ്ട്രിയിലല്ല, എനിക്ക് തോന്നുന്നു പേഴ്സണൽ റിങ്ങിലായിരിക്കും ഇതിനെ പറ്റിയിട്ട് എല്ലാവരും ജഡ്ജ്മെന്റലായിട്ട്. എനിക്ക് തോന്നുന്നു കാരണം കുഞ്ഞിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് വേറെ പോലെ ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും പലരും പല കാരണങ്ങൾ അങ്ങ് അവർ തന്നെ കണ്ടെത്തും. പിന്നെ അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള പെയിൻസിനേക്കാളും കൂടുതൽ നമ്മളെ ഹേർട്ട് ചെയ്യുക ചുറ്റുമുള്ളവർ. നമ്മൾ വേറെ പോലെ കണ്ട കുറേ പേര് നമ്മളെ ജഡ്ജ് ചെയ്യണു എന്ന് പറയുമ്പം അത് വീണ്ടും വല്ലാതെ നമ്മളെ താഴ്ത്തുന്ന ഒരു കാര്യം. നമ്മൾ വല്ലാതെ പിന്നെയാണ് നമ്മൾക്ക് മനസ്സിലാവുക, ഇല്ല ഈ ജഡ്ജ് ചെയ്യുന്നവർക്കൊന്നും നമ്മളുടെ ലൈഫിലൊന്നും ചെയ്യാനില്ല. ആക്ച്വലി അവർക്ക് നേരിട്ട് ചോദിച്ച് ഇതെന്താ സംഭവിക്കുന്ന മോളെ എന്ന് നേരിട്ട് ചോദിക്കാനുള്ള അടുപ്പക്കുറവ് കൊണ്ടാണ് അവർ മാറി നിന്നൊരു ജഡ്ജ്മെൻറ്റിൽ എത്തുന്നത് എന്നുള്ളത് പോലും കുറച്ച് കാലം കഴിഞ്ഞു എനിക്കത് മനസ്സിലാവാൻ. മേ ബി അതൊക്കെ തന്നെ ഒരു ലൈഫിലെ പഠനങ്ങളുടെ ഭാഗമായിട്ട്
ഇപ്പോൾ എനിക്ക് പറയിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പറയാൻ മീരയ്ക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ഫേസ് ഉണ്ടല്ലോ, അത് കടന്നു പോയത് എങ്ങനെയാണെന്ന് മീരയ്ക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം തീർച്ചയായിട്ടും സന്തോഷേട്ടൻ എന്ന് പറയുന്ന പാർട്ട്ണറുടെ സപ്പോർട്ട്, ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ വളരെ വലുതാണ്. അവർക്ക് നമ്മൾ നല്ല ബുദ്ധിമുട്ടും ആ സമയത്ത് കൊടുത്തു കാണും. അപ്പം നിങ്ങൾ ഒരുമിച്ചാണല്ലോ അത് സെയിൽ ചെയ്ത് ഇവിടെ എത്തി ഇപ്പം നിൽക്കുന്നത്. അപ്പം അതെങ്ങനെ, എന്തെങ്കിലും അത് ഓർത്ത് പറയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കിത് പറയാൻ ഒരു മടിയുമില്ല കേട്ടോ. കാരണം ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് പലരും പറയാൻ മടിക്കുന്നതും ഉണ്ടെങ്കിൽ പുറത്ത് പറയാൻ മടിക്കുന്നതും, എനിക്കൊരു ദുഃഖം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ മടിക്കുന്നതും, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു സംഭവമാണ് ഈ ഡിപ്രഷൻ. ആർക്കും അത് പറയാൻ താല്പര്യമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനത് തുറന്നു പറഞ്ഞാൽ ഈ ഡിപ്രഷൻ ഉണ്ടായിട്ടും ഒളിച്ചു വെച്ച് നടക്കുന്ന ഒരുപാട് പേർക്ക് ഹെൽപ്പാവും. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് തിങ്ക് ചെയ്യാൻ പറ്റും ഇത് എനിക്ക് മാത്രമല്ല, ഇത് ഒരുപാട് പേർക്ക് വരുന്നതും അവരത് ഓവർകം ചെയ്ത് മുന്നോട്ട് വരുന്നതുമായ ഒരു സാധാരണ സംഭവമാണ്. ഇത് നമ്മൾ വിൽ പവർ വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പുറത്ത് വരാൻ പറ്റുന്ന ഒരു സാധാരണ ഒരു ഫേസ് ഓഫ് ലൈഫ് മാത്രമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പം അത് അത് കാരണം ഡിപ്രഷനെ പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ യാതൊരു മടിയില്ല. പക്ഷെ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു വരുമ്പോൾ അന്നത്തെ ഓർമ്മയിൽ എമോഷണൽ ആവും. അല്ല, വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അതിലേക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ നിർത്തും. അപ്പം നമുക്ക് കുറച്ച് നല്ല കാര്യം പറഞ്ഞാലോ, വെറുതെ കുട്ടിയെ കരയിപ്പിക്കാൻ തോന്നുന്നു. അങ്ങനെ കരയുന്ന ഫേസ് എന്നൊക്കെ വന്നു, ഞാൻ സ്റ്റിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് പുള്ളി ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. അപ്പോൾ പുള്ളി ഡയറക്ടറാണ്. സന്തോഷേട്ടൻ ഡയറക്ടറാണ്, അവാർഡ് വിന്നിങ് ഡയറക്ടറാണ്, അത് എടുത്ത് പറയണം. പുള്ളിക്ക് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. തുളു മൂവി ഡയറക്ടറാണ്. അപ്പോൾ സന്തോഷേട്ടൻ്റെ സപ്പോർട്ട് ആൻഡ് ഫാമിലി സപ്പോർട്ട്, ഈവൻ കുഞ്ഞുങ്ങൾ പോലും, എൻ്റെ 2 മക്കൾ, മോൾക്കപ്പോൾ 2.5 years ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവൾ പോലും ഞാൻ വെറുതെ ഇരുന്ന് കരയുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അവളുടെ ടോയ് ഉണ്ട്, അപ്പം ഇങ്ങനെ വാലുമ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കരയുന്നതല്ല, പാട്ട് പാടുന്ന ഒരു നായ്ക്കുട്ടി. അത് അവൾക്ക് അറിയില്ല, അവൾക്ക് വേറൊന്നും പറഞ്ഞ് അമ്മേനെ സമാധാനിപ്പിക്കാൻ അറിയില്ല. സോ അവൾക്ക് സന്തോഷമാവുന്ന ഒരു ശബ്ദമാണ് ആ ശബ്ദം. അത് എന്നെ സന്തോഷപ്പെടുത്തും എന്ന് വിചാരിച്ചിട്ട് അവൾ അതിങ്ങനെ വാലിങ്ങനെ വലിച്ചിട്ട് അമ്മ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നിൽക്കും. സോ അവളുടെ ഇൻറ്റൻഷൻ ഇല്ലേ, എന്നെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞ ആ ഒരു ഇൻറ്റൻഷൻ, ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ചിരി വന്നില്ലെങ്കിൽ പോലും ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ ചിരിക്കും. അങ്ങനെ ഒരുപാട് പേര്, സന്തോഷേട്ടനാണെങ്കിലും മോനാണെങ്കിലും മോളാണെങ്കിലും അച്ഛൻ അമ്മ, അങ്ങനെയുള്ള കുറച്ച് പേര്. അതേപോലെ ആ സമയത്ത് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യില്ലെങ്കിൽ പോലും എന്നെ വിടാതെ വിളിച്ച് സുഖമല്ലേ, ഒരു ശബ്ദം മാത്രം, സുഖമല്ലേ സന്തോഷമല്ലേ എന്ന് ചോദിക്കുന്ന ചില ഫോൺ കോളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത് തിരിച്ച്. ഫോൺ കോളിലേക്ക് പോയപ്പോഴാണ് മീര ആ സമയത്ത് ഇതിന്ന് നമ്മൾ വിഡ്രോ ചെയ്യാന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല, ബിസി ആയിരുന്നൊരു സമയത്ത് ചെയ്തിരുന്ന കാര്യം എനിക്ക് ഇനി ഇപ്പം ഇത് ചെയ്യണ്ട എന്ന പോലെയാണോ? മീരയെ വിളിച്ചാൽ കിട്ടില്ല, മീര ഫോൺ എടുക്കില്ല എന്നുള്ളൊരു സംഭവം പറയാറുണ്ട്. അതൊരു പക്ഷേ അതെങ്ങനെയാണ്, അതെന്താണ് അപ്പം മീരയ്ക്ക് തോന്നിയിരുന്നത്? അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡിപ്രഷനാണെന്ന് നമ്മളത് അറിയുന്നില്ല. നമുക്കൊരു ഇഷ്ടക്കുറവാണ് പിന്നീട് എല്ലാത്തിനോടും. നമുക്ക് ഈ ടേമൊക്കെ ഞാനതൊന്ന് പുറത്ത് വന്നതിന് ശേഷമാണ് ഡിപ്രഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ മോളിൽ കയറി നിന്നിട്ട് അതിനെ നോക്കുമ്പോൾ അത് ഡിപ്രഷൻ, അത്രേ ഉള്ളൂ. അപ്പം ആ സമയത്ത് നമ്മളെ സംബന്ധിച്ച് അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒന്നിനോട് ഇഷ്ടമില്ല. എനിക്ക് സംഭവിച്ചതാണോ മേ ബി, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം. എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വക സാധനം എനിക്ക് പിന്നെ ചെയ്യണ്ട. ഇഷ്ടത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ, ഇഷ്ടത്തോടെ ചെയ്തിരുന്നതും സ്നേഹത്തോടെ ചെയ്തിരുന്നതുമായ ഒന്നും എനിക്ക് റിലേറ്റീവ്സിനെയൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. റിലേഷൻഷിപ്സ്, റിലേറ്റീവ്സ്, അവരൊക്കെ ഞാൻ കൃത്യമായ ഇടവേളകളിൽ ഞാൻ ഫോൺ ചെയ്യുമായിരുന്നു. എനിക്ക് അതിൽ പിന്നെ അവരോട് ആരോടും സംസാരിക്കണ്ട, ഡബ്ബിങ്ങിൻ്റെ കോൾസ് വന്നാൽ അറ്റൻഡ് ചെയ്യണ്ട. ഞാൻ സന്തോഷേട്ടനെ വിളിക്കുമായിരുന്നു, സന്തോഷേട്ടൻ അതേ കോൾ വരുന്നു, നോക്കിയേ അത് ആരാ നോക്കിയേ എന്ന് പറഞ്ഞിട്ട് നിൽക്കും. ഒരുപാട് പേരെ ബ്ലോക്ക് ചെയ്യുന്നു. എന്നെ സ്ഥിരമായിട്ട് ഡബ്ബിങ്ങിന് വിളിച്ചാലോ, അതുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. ആ ഒരു എനിക്കിപ്പോൾ ആലോചിക്കാൻ പറ്റുന്നില്ല. ഇനി മൂന്നാമതും വിളിച്ചിട്ട് ഞാനെങ്ങനെ എടുക്കാതിരിക്കും? സോ കിട്ടാതിരിക്കുന്ന പോലെ ആക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. ആ സമയത്ത് ഓരോരോ പൊട്ടത്തരങ്ങൾ, കുഞ്ഞുങ്ങളൊഴികെ മേ ബി എനിക്ക് തോന്നുന്നു കുട്ടികളുടെ അടുത്ത് പോലും ഞാൻ എത്ര സ്വീറ്റ് ആയിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു സ്വീറ്റ് ആവാൻ. കാരണം കുട്ടികളോട് നമ്മൾ എങ്ങനെ പോയാലും നമ്മളുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. നമുക്ക് അത് ഒരിക്കലും
മറക്കാൻ പറ്റില്ല. അപ്പോൾ അവരോടും ഞാൻ എത്രത്തോളം സ്വീറ്റായിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഹാഷാവാതിരിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നു ആ സമയം. ഇനി അതുവരെയുള്ള മീരയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ രണ്ടാം വരവിൽ. അപ്പം നമുക്ക് കൂടുതൽ പറയാനുണ്ടാവുക പഴയ കാര്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും. അതിൽ പലതും മീരയാണെന്ന് പോലും അറിയാതെ ആളുകൾ കേട്ടുപോയ കഥാപാത്രങ്ങൾ വരെ ഉണ്ടാവാം. അപ്പം അങ്ങനെ അതിലേക്ക് ആ ഒരു നല്ല സമയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പം തിരിച്ചതിലേക്ക് വന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിച്ചു എന്നും കൂടിയാണ്. അപ്പം അതെ, തീർച്ചയായിട്ടും. അപ്പം അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സിന് അല്ലെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? അവാർഡ് വിന്നറാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഫേസ് നമ്മുടെ കഴിഞ്ഞു പോയത്. അപ്പോൾ ആ നല്ല കാലങ്ങളെ ഓർത്തെടുക്കുമ്പോൾ അതിലെന്തൊക്കെയാണ് മീരയ്ക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നത്? നല്ല കാലങ്ങൾ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ആ സമയത്തെ ഡയറക്ടേഴ്സ് ആരുടെ കൂടെയൊക്കെയാണ് വർക്ക് ചെയ്തതെന്ന് പറയുന്നത് നമ്മളുടെ ഒരിക്കലും എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ഒട്ടും കുറയാൻ പറ്റാത്തൊരു ഏരിയയാണ് അത്. അത്ര നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. ജയരാജ് സാർ, കമൽ സാറ്, ലാൽജു സാറ്, റാഫി മിക്കാട്ടൻ സാർ, എല്ലാ ഹിറ്റ് മേക്കേഴ്സ്, ഞാൻ ഇനിയും പേര് പറയാത്ത ഒരുപാട് ബെസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ഹിറ്റ് മേക്കേഴ്സിൻ്റെ കൂടെയും ഈവൻ ജോൺ പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, അതൊക്കെ ലോഹി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു രോമാഞ്ചം വരുന്നൊരു ആ ഒരു സമയത്ത് എത്തിപ്പെടാൻ പറ്റി. അവരൊക്കെ രംഗം വിടുന്നതിന് മുമ്പ്, അതിൽ ഒരുപാട് പേര് രംഗം വിടുന്നതിന് മുമ്പ് എത്തിച്ചേരാൻ പറ്റി എന്നുള്ളത്. അത് എങ്ങനെയാണ് ഇതിലേക്ക് വന്ന് പെടുന്നത്? എങ്ങനെയാണ് ഈ ഡബിങ്ങിലേക്ക്? ഞാൻ പാടുമായിരുന്നു, അപ്പം കോറസ് സിംഗറായിരുന്നു. ഓക്കെ. ഫിലിം കോറസ് ഒരുപാട് പാടിയിട്ടുണ്ട്. കോറസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സാണ്. അപ്പം അങ്ങനെ അതിൽ നമ്മൾ പണ്ട് ഈ പാട്ടിൻ്റെ, പണ്ടല്ല ഇപ്പോഴും ഉണ്ട് തോന്നുന്നു, പാട്ടിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഡയലോഗ്സ് ഒക്കെ ഉണ്ടാവില്ലേ? കളിയാക്കിച്ചിരിക്കുന്നു കൂട്ടുകാരി, എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് നമ്മൾ പുഴയോരത്ത് കുളിക്കാൻ പോകുന്നു, അവിടെ നിന്ന് കളിയാക്കിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള ഡയലോഗൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്നാണ് പറയേണ്ടി വരിക. ആരെങ്കിലും അവർ ചൂസ് ചെയ്യുന്നു, പറയുന്നു. അപ്പം അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചിരിക്കുകയും ഡയലോഗ് പറയുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെ ആദ്യം ചെയ്ത മൂവി ഏതാ ഓർമ്മ ഉണ്ടോ? അങ്ങനെ മൂവിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു സോങ് അല്ലിയാമ്പൽ പൂവേ എന്ന് പറയുന്ന പാട്ടാണോ എന്നൊരു സംശയം. ഓക്കെ. അതിൻ്റെ ഇടയിലെ ഏതോ ഒരു ഡയലോഗാണോ എന്നൊരു ഡൗട്ട്. നമ്മൾ ആ സമയത്ത് ഒന്നാമത് ഞാൻ ചെറുതാണ്, വലിയ അങ്ങനെ ഓർത്ത് വെക്കാൻ അങ്ങനെ അറിയില്ല. പാട്ടുകൾ ഒരുപാട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൽ അപ്പം ഇങ്ങനെ ഒരു സൗണ്ട് എഞ്ചിനീയേഴ്സാണ് പറഞ്ഞത് മീര ഡബ് ചെയ്യാൻ പറ്റും. അന്ന് ഞാൻ ഈ ഡബിങ്ങിനെ പറ്റിയിട്ട് കേട്ടിട്ട് പോലെ, ഡബിങ്ങോ അതെന്താ അത്ര ചോദിക്കുന്ന, ഞാനും ചെറുതാണ്, ഈ മേഖലകളൊന്നും നമുക്ക് ഫെമിലിയർ അല്ല. നാട്ടിൻപുറത്തെ ഒരു സാധാരണ കുട്ടി പാട്ടിൻ്റെ ഇഷ്ടം കണ്ട് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതും എങ്ങനെ എത്തുന്നത് സ്റ്റുഡിയോയിലേക്ക്? അത് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടുപുറത്തായിരുന്നു. അങ്ങനെ വന്നതാണ്. അങ്ങനെ നമ്മൾ വെറുതെ പള്ളിയിലച്ഛനെ കാണാൻ വേണ്ടി വെറുതെ പോകുന്നു. ചേതന സ്റ്റുഡിയോ, തൃശ്ശൂരിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ചേതന സ്റ്റുഡിയോ. അപ്പോൾ പോളച്ചനെ ഒന്ന് കണ്ടേക്കാം. അച്ഛൻ പാട്ടിന് ഭയങ്കര എൻകറേജ് ചെയ്യുന്ന ഒരു അദ്ദേഹമാണ്. സോ അദ്ദേഹം കണ്ടിരിക്കേണ്ട ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെടാൻ പോകുന്നു. അന്ന് തന്നെ ഞാനന്ന് അവിടെ ഒരു പാട്ട് പാടിയിരുന്നു ആക്ച്വലി. പ്രജാപതി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്. അതിൽ ഒരു ലൈൻ വേണുഗോപാൽ സാറിൻ്റെ കൂടെ ഒരു പാട്ട്, കുഞ്ഞു ശബ്ദം, ഒരു 5ാം ക്ലാസ് പഠിക്കാൻ ഞാനപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഡിവോഷണൽസിനും ആൻഡ് ഫിലിം സോങ്സിനും എല്ലാത്തിനും നമ്മൾ കോറസ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 4 വരി പാടിയിട്ട് പോകണം എന്ന് തോന്നുന്നുണ്ടോ? വരുമോയെന്നറിയില്ല, വലിയൊരു ഗ്യാപ്പായില്ല. ഞാൻ ആ ഡിപ്രഷൻ ഒരു ഫേസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് പാടാനൊന്നും പറ്റില്ല എന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ച് മാറ്റി വെച്ചതാണ്. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് മൂളിപ്പാട്ട് പാടി നോക്കാറുണ്ട്, പക്ഷെ വരുമോയെന്ന് എനിക്കറിയില്ല. ചുമ്മാ നോക്കൂ, വന്നാ വരട്ടെ. ഏത് പാട്ടാ പാടുക? ഏതാണോ കംഫർട്ടബിൾ അത് പാടിക്കോളൂ. യമുനയാற்றிலே ഈരക്കാറ്റിലെ കണ്ണനോട് നാടാട, பார்வை போத்திட பாதை பார்த்திட பாவை ராதையோ ஆட, இரவும் போனது பகலும் போனது மன்னன் இல்லையே கூட, இமய கண்ணியின் இமைத்திடாத கண் இங்கும் அங்குமே தேட, ஆயப்பாடியில் கண்ணன் இல்லையோ, ஆசை வைப்பதே
அதை பார்த்திட பாவை ராதையோ വാട. എന്ത് മനസ്സിലായി? നമ്മൾ മാറ്റി നിർത്തിയാലും എവിടെ നിർത്തിയോ അവിടെ പാട്ട് നമ്മളെ കാത്തിരിക്കണ്ടായിരുന്നു മനസ്സിലായില്ലേ? അടിപൊളിയായിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പം നമുക്ക് വീണ്ടും ഡബ്ബിങ്ങിലേക്ക് വരാം. അപ്പം അങ്ങനെ പാട്ടുകളുടെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞ് ശബ്ദമൊക്കെ കൊടുക്കുന്നു. അതെ. അപ്പം വളരെ കുറവേ ചെയ്തിട്ടുള്ളൂ. എന്നാലും തൃശ്ശൂർ പിന്നീട് അങ്ങനെ ഒരു ടെലിഫിലിമിൻ്റെ ഒരു റിക്വയർമെൻറ്റ്, ടെലിഫിലിംസ് ഒക്കെ ഇങ്ങനെ ഓണത്തിന് വിഷുവിനൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ചെറിയ ചെറിയ ചാനൽസിലൊക്കെ. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പം പാട്ട് പാടുന്ന കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ വിളിപ്പിക്കുക. സോ ഞാൻ അന്ന് കേട്ട ഡബ്ബിംഗ് എന്നുള്ള വേർഡ് രണ്ടാമത് കേൾക്കുന്നത് അപ്പോഴാണ്. അന്ന് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്തത് രചന നാരായണൻകുട്ടിക്ക് വേണ്ടിയിട്ട്. രചനയുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ്. അപ്പം ഞങ്ങൾ വീണ്ടും ഞങ്ങൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് എന്താ പറയുക എക്സ്പീരിയൻസിൻ്റെ മെമ്മറി എന്നുള്ള പോലെ ഒരു അമ്മായി എന്നായിരുന്നു ഫസ്റ്റ് ഡയലോഗ്. അതൊരു സ്വീറ്റ് മെമ്മറി അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ ലൈവായിട്ട് സ്ഥിരമായിട്ട് ഡബ്ബിംഗ് അങ്ങനെ ആയോ? ഒരു 2 ഇയേഴ്സോളം നമ്മൾ അവിടുത്തെ ലോക്കൽ ചാനൽസിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എറണാകുളത്തേക്ക് നമ്മൾ വന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ ഒരു വലിയ രീതിയിൽ അതിലേക്ക് വന്നത് തോന്നുന്നു അല്ലേ? അങ്ങനെ അതെ. പക്ഷെ അതിൽ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് മീര എന്ന് പറയുന്ന രീതിയിൽ ചെയ്ത ആദ്യ വർക്ക് ഏതാണ്? അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പറയാറായിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ സീരിയൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സീരിയൽ ചെയ്യാൻ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അന്നും ഉണ്ട്. ഇന്നത്തെ അത്രയൊന്നും ഇല്ല എങ്കിൽ പോലും ഉള്ള വർക്കുകൾ ഷെയർ ചെയ്യാൻ ഓൾറെഡി ആർട്ടിസ്റ്റുകളുണ്ട്. സോ അപ്പോഴും നമ്മളൊരു ന്യൂ കമ്മർ ആണല്ലോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പറയപ്പെടുന്ന പേരുകളായിരിക്കും ന്യൂ കമ്മേഴ്സിൻ്റെ എന്നും. അതെ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് പറയുന്നവർക്കെടുത്ത് കിട്ടുന്ന അങ്ങനെയുള്ള വർക്കുകൾ എനിക്കും കിട്ടിയിരുന്നു. അങ്ങനെ ചെയ്ത് പിന്നെ പടങ്ങൾ എറണാകുളത്ത് വന്നു തുടങ്ങിയ പിന്നെ അതിനുവേണ്ടി വോയിസ് ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങി. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ശ്രീചേച്ചിയാണ് ഫസ്റ്റായിട്ട് തന്നെ ഒരു പടം നമ്മൾ ക്രൗഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും ശ്രീചേച്ചിയാണ് ഒരു പടത്തിൽ ഈ പടത്തിൽ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞ് താഹസാറിൻ്റെ ആണ് ഈ പറക്കും തളിക കഴിഞ്ഞിട്ട് കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്നുള്ള മൂവി. അതിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്യിച്ചത്. നമ്മളിൽ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു കമൽ സാറിൻ്റെ. പിന്നെ ജയരാജ് സാറിൻ്റെ തിളക്കം. ആദ്യത്തെ 3 മൂവി തന്നെ വളരെ ഇഷ്ടപ്പെട്ട കംഫർട്ടബിളായി നമ്മൾ അറിയുന്ന അങ്ങനെയൊക്കെ ചെയ്ത ഭയങ്കര സന്തോഷം. പിന്നെ പതുക്കെ കുഞ്ഞു ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് അങ്ങനെ കയറി വന്നു. നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഡബ്ബിങ്ങുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ മൂവിയെയും അതിലൊരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കുറിച്ച്. അപ്പം ഞാനത് ഹിന്ദിയുടെ കാര്യമില്ലല്ലോ, നേരിട്ട് ഓഡിയൻസിനോട് പറയില്ലേ അത്? അതെ തീർച്ചയായിട്ടും. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒന്നല്ല, ആക്ച്വലി ഒരു 2-3 ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് ഒരേ കാറ്റഗറിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് തോന്നും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ തോന്നുന്ന കാലഘട്ടത്തിൽ കിട്ടിയ നമ്മളെ സ്ഥിരം ട്യൂൺഡ് ഡയലോഗ്സ് അല്ലാതെ തൃശ്ശൂർ ഭാഷ പറയാനായിട്ട് 2 പടത്തിൽ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം സ്ഥിരം പറയുന്ന ഡയലോഗ് ഡെലിവറി അല്ല, ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നു, നമ്മൾ എഫേർട്ട് എന്തോ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ടായത്. അത് സപ്തമശ്രീ തസ്കര എന്ന് പറയുന്ന മൂവിയിൽ റിനു അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത ക്യാരക്ടർ. ആൻഡ് ഓൾസോ ഇത് സ്വർണ്ണക്കടുവ എന്നുള്ള മൂവിയിൽ ഇനിയയ്ക്ക് വേണ്ടിയിട്ട്. ഇത് 2ഉം തൃശ്ശൂർ ഭാഷയിലാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അതൊരു ഭയങ്കര ഒരു സന്തോഷം. എൻ്റെ ഭാഷയാണ് തൃശ്ശൂർ ഭാഷ, ജനിച്ച് വളർന്ന് സംസാരിച്ച് ശീലിച്ച ഭാഷ. അത് 2ഉം. പിന്നെ അതേപോലെ വളരെ ക്ലോസ് ടു ഹാർട്ട് വേറൊരു പടം ഉള്ളത് ഇതിഹാസ എന്നുള്ളൊരു മൂവി. അതിൽ ആക്ച്വലി പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു ലേഡിയുടെ ബോഡിയിൽ മെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ ഇച്ചിരി ഒരു മാൻലി ആയിട്ട് വേണം ഈ സ്ത്രീ ശബ്ദം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. ഓൾസോ അത് എറണാകുളം ഭാഷയായിരുന്നു. സോ ഈ എറണാകുളം ഭാഷ തൃശ്ശൂർ ഭാഷക്കാരിയുടെ വായിന്ന് വരുത്തിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പോലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്ര പണിയെടുത്താലും അതിൻ്റെ എന്തോന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫേർട്ട് ഇടാനുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടിനോട് കുറച്ചുകൂടി ഇഷ്ടം തോന്നും. അതും പ്രത്യേകിച്ച് അത് ഞാനാണെന്ന് ആർക്കും അറിയില്ല. ഈ 3 ക്യാരക്ടറും ഞാനാ ചെയ്തതെന്നുള്ളത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. സോ അതെനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. നമുക്കൊരു വല്ലാത്ത കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യമാണല്ലേ അത്. ഇപ്പോൾ ഏത് വർക്കിനായിരുന്നു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? അവാർഡ് ഫസ്റ്റ് എനിക്ക് അവാർഡ് കിട്ടിയത് നമ്മുടെ മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞൊരു മൂവിയിൽ കമൽ സാറിൻ്റെ
അത് ഇതുപോലെ ഒരുപാട് വോയിസ് ടെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ ലാസ്റ്റ് നറുക്ക് വീണ പുതിയ ആർട്ടിസ്റ്റായിരുന്നു ഞാൻ. അങ്ങനെ പോയി ചെയ്തു. എന്നിട്ടും അവർ ഒരുപാട് വെച്ചാൽ സാറിൻ്റെ മനസ്സിൽ ഒരുപാട് അതിനെ പറ്റിയിട്ടുള്ള മനസ്സിൽ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. എൻ്റെ ഹീറോയിൻ ഇങ്ങനെ ആയിരിക്കണം സംസാരിക്കുന്നത്. സത്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആയിരുന്നോ എനിക്ക് അറിയില്ല. കാരണം വീണ്ടും വോയിസ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നില്ല എന്നർത്ഥം. സാറിൻ്റെ മനസ്സിലത്തെ ആ ഒരു സംഭവമായിട്ടൊന്നും ചിലപ്പോൾ മാച്ച് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉള്ളതിൽ ബെറ്റർ എന്നുള്ള പോലെ എന്നെ വിളിച്ച് ചെയ്തതാണ് ആക്ച്വലി. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്ക് ആ ക്യാരക്ടറായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. പേഴ്സണലി എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോകുന്നൊരവസ്ഥയില്ലേ, അത് ഡബ് ചെയ്ത് തലകറങ്ങി വീഴുന്നു, കരഞ്ഞ് ഇങ്ങനെ എനിക്ക് അതിനോട് ഭയങ്കര ക്ലോസ് ആയി തുടങ്ങി ഞാൻ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും. അപ്പം എനിക്ക് അറിയില്ല, നമ്മളങ്ങനെ ഒരുപാട് ഒന്നാമത് ഞാൻ ബിഗ്നറാണ്. അപ്പം നമുക്കറിയില്ല, ഒരു ക്യാരക്ടറിനോട് ക്ലോസ് ആവും തോറും നമ്മളതിനോട് കൂടുതൽ ജസ്റ്റിസ് കാണിക്കുകയാണ്. അത്രയൊന്നും ചിന്തിക്കാൻ എനിക്ക് ആയിട്ടില്ല, ഞാൻ ചെറുതാണ്. അപ്പോൾ അമ്മയ്ക്കൊക്കെ പേടി. അമ്മ ദിവസവും ഈ 3 ദിവസം നമ്മൾ ഡബ് ചെയ്തിരുന്നു. കാരണം ത്രൂ ഔട്ട് ആ കുട്ടിയുടെ ക്യാരക്ടേഴ്സ് 3 ദിവസം നമ്മൾ ഡബ് ചെയ്യുമ്പോഴും ആദ്യത്തെ ദിവസം ഞാൻ ഇങ്ങനെ കയറുന്നുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് അമ്മ പിന്നെ അമ്പലത്തിൽ ദിവസവും രാവിലെ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ടാണ് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന്. അത്രയ്ക്കും ഈശ്വര കുഞ്ഞിനൊന്നും വരല്ലേ എന്നുള്ള ആ ഒരു മോഡിൽ അമ്മയും. അങ്ങനെ ഡബ് ചെയ്ത പടമാണ് മഞ്ഞുപോലൊരു പെൺകുട്ടി. അപ്പോൾ പടം റിലീസായപ്പോഴത്തേക്കും ആക്ച്വലി ഇങ്ങനെ പറഞ്ഞിരുന്നു കുറച്ച് പേരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്, ഒരു അവാർഡൊക്കെ കിട്ടും. അവാർഡോ ജിസ് ജോയ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് വിളിച്ചിട്ട് മീര മോളെ നിനക്ക് അവാർഡ് കിട്ടൂടാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് പോ ജിസ്മ ചേട്ടാ, തമാശ പറയില്ല അവാർഡോ എന്നൊക്കെ പറഞ്ഞ്. എന്നാലും നമുക്കങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നില്ലേ, ആ ഒരു ഹാപ്പിനെസ്. അങ്ങനെ ശരിക്കും അവാർഡ് പ്രഖ്യാപിച്ചു. ശരിക്കും കിട്ടി. ആദ്യം ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ സന്തോഷമായി. അപ്പോൾ ഞാൻ ജിസ്മ ചേട്ടൻ തന്നെ വിളിച്ചു ആദ്യം പറഞ്ഞത്. അവാർഡ് അന്ന് പറഞ്ഞില്ലേ, ജിസേട്ടനും പറഞ്ഞിരുന്നു, പ്രവീൺ ചേട്ടനും പറഞ്ഞിരുന്നു. രണ്ടുപേരും ഫേമസ് ഡബിങ് ആർട്ടിസ്റ്റുകളാണ്. ജിസേട്ടൻ ഡയറക്ടറുമാണ്. ലെവലേ മാറിപ്പോയി. എന്നാലും നമ്മുടെ ഏട്ടൻ ശരിക്കും. അപ്പം അങ്ങനെ അവരെ രണ്ടുപേരെയാണ് വിളിച്ചു ഞാൻ ആദ്യം പറഞ്ഞത് അവാർഡ് കിട്ടി ശരിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്റ്റേറ്റ് അവാർഡും പ്രഖ്യാപിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വലിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം സീരിയൽസ് ചെയ്തു തുടങ്ങിയിരുന്നു ആക്ച്വലി ഇൻ ബിറ്റ്വീൻ. അപ്പോൾ പിന്നെ രണ്ടാമത് അവാർഡ് കിട്ടുന്നത് 2020 സീരിയലിന് 2 സീരിയലിൽ ചെയ്തതിന് വേണ്ടിയിട്ടാണ് കിട്ടിയത്. അത് കൂടത്തായി എന്നുള്ള മൂവിയിൽ മുക്തയ്ക്ക് ചെയ്തതിന് വേണ്ടി, മൂവിയല്ല സോറി, കൂടത്തായി എന്നുള്ള സീരീസ് മുക്തയുടെ ചെറിയ പ്രായം അതിന് വേണ്ടിയിട്ടായിരുന്നു കിട്ടിയത്. ആൻഡ് ഓൾസോ കഥയറിയാതെ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ശ്രുതി ലക്ഷ്മിക്ക് വേണ്ടി ചെയ്തു. അതൊരു ആശ്വാസം. ആ സമയത്തൊക്കെ ഈ ഒരു ഫേസിലാണോ നമ്മൾ? അതെ, എന്നെ ആക്ച്വലി സ്റ്റുഡിയോന്ന് അവർ പറഞ്ഞ് കഥയറിയാതെ എന്ന് പറഞ്ഞ സീരിയലാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത് അത് സ്റ്റുഡിയോയിൽ നിന്ന് എന്നെ പറഞ്ഞ് മീരയ്ക്ക് ചെയ്യാൻ പറ്റും ചെയ്യിപ്പിച്ചത് അവരാണ് എന്നെ രണ്ടാമത് കൊണ്ടുവന്നത്. സക്കീറിക്ക, സജിത്തേട്ടൻ, പ്രശാന്ത്. എന്നെ ക്ഷമയോടെ, എനിക്ക് വോയിസ് ഒക്കെ പോയിരുന്നു. അതൊക്കെ പറഞ്ഞാൽ ആർക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വിഷൻ പോയി, വിഷൻ തിരിച്ചു കിട്ടി. വോയിസ് എനിക്ക് ഫുള്ള് സ്ക്രാച്ചസോടെയാണ് വരുന്നത്. കാരണം ടോട്ടൽ ബോഡിയിലെ മസിൽസൊക്കെ അതിൻ്റെ കൺസിസ്റ്റൻസിയിലായിരുന്നില്ല. ഇൻഫ്ലമേഷൻസ് ഉണ്ടായിരുന്നു ടോട്ടൽ ബോഡിയിൽ. ഞാൻ കുറച്ച് നല്ല വണ്ണം ഉണ്ടായിരുന്നു. പുറത്ത് കാണുമ്പോൾ എല്ലാം ഓക്കെയാണ്, പക്ഷെ ഉള്ളിൽ ഫുള്ള് അത് ഹാൻഡിൽ ചെയ്യല നമുക്ക് ഭയങ്കര പാട്. നമ്മളെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് ഏൽക്കില്ല. നമുക്ക് ഓരോ തോന്നലെന്നൊക്കെ പറഞ്ഞു തോന്നലാന്നല്ല, ആക്ടിങ് ആന്ന് വരെ പറഞ്ഞു. അത് പറയും, അതും വേറെയും പറയും, എല്ലാം ഡ്രാമയാണ്, ചുമ്മാ കാണിച്ചു കൂട്ടാണ് അവളൊന്ന്. പക്ഷെ നമ്മളിത് അറിയുകയും ചെയ്യും. കാരണം നമ്മൾ ആക്ച്വലി ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും നടക്കുന്നതെല്ലാം നമ്മൾ അറിയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. അതെ, നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ ചുറ്റും നടക്കുന്ന ഒന്നും നമ്മളെ നമുക്ക് സമയം ഉണ്ടാവില്ല അതിലേക്ക് നോക്കാനും ഒന്നും. ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഓരോരുത്തർ ചിന്തിക്കുന്നത് വരെ നമുക്ക് കിട്ടും അനാവശ്യമായിട്ട്. അപ്പം നമ്മളെ വീണ്ടും ഹേർട്ട് ചെയ്യും. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് ത്രോട്ടൊക്കെ പോയിട്ടിരിക്കുന്ന സമയത്താണ് വോയിസ് പാടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, അന്നാണ് ഞാൻ പാട്ട് പാടാൻ പറ്റില്ല. കാരണം ശ്രുതി പോകുന്നു, ബ്രീത്ത് എനിക്ക് എക്സ്റ്റെൻഡ് ആവില്ല. ഇന്നും എനിക്ക് കംപ്ലീറ്റ്ലി ബ്രീത്ത് കിട്ടി തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഫേസിലാണ് ഇവരെന്നെ വീണ്ടും വിളിച്ച് ഡബ്ബിങ്ങിന് കൊണ്ടുവന്നത്. വാ ചെയ്യാം, ഒരു ഡയലോഗ് പറയുമ്പോൾ ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാൻ സ്ക്രാച്ച് വന്ന് റീടേക്ക് എടുക്കും. ക്ഷമയോടെ ഇരുന്ന് റെക്കോർഡിസ്റ്റ് പ്രശാന്ത് ചെയ്യുമായിരുന്നു.
അപ്പോൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് പേരാണ് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നത് അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും അങ്ങനെ ആരെങ്കിലും. നമ്മൾ ശരിക്കും ഇങ്ങനത്തെ ഒക്കെ ഫേസിൽ എത്തുമ്പോഴാണ് നമ്മുടെ റിയൽ പീപ്പിളിനെ അറിയാം. അങ്ങനെയുണ്ട്. തീർച്ചയായിട്ടും. മറ്റു നമ്മൾ അല്ലാത്തപ്പോൾ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചവരെ ആയിരിക്കില്ല നമ്മുടെ റിയൽ. നമ്മളോട് മിണ്ടാതെ മാറി നിന്നവരൊക്കെ ആയിരിക്കും നമ്മളെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവുക ശരിക്കും. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നമ്മൾ സന്തോഷേട്ടനെ കുറിച്ച് പറയും കൂടെ ചെയ്തപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് ഒരുമിച്ചായത്? ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ഒരു പ്രണയം അങ്ങനെയൊക്കെയാണോ? പ്രണയം അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പ്രണയിച്ച് നടന്നിട്ടൊന്നുമില്ല. പ്രണയം തന്നെയാണ് അതിൻ്റെ സട്ടൽ വേർഷൻ. ഇന്ന് പറയപ്പെടുന്ന സോ കോൾഡ് പ്രണയമൊന്നുമില്ല. അത് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് തന്നെയാണ്. ഈ സ്റ്റുഡിയോയുടെ അകത്തുനിന്ന് ഉണ്ടായതാണോ? നമ്മൾ സാധാരണ ഈ ഡബ്ബിങ്ങിന് വിളിക്കുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഡബ്ബിങ് ആർട്ടിസ്റ്റിന്റെ ഡബ്ബിങ്ങിന് വിളിക്കുന്നു, അങ്ങനെ നമ്പർ കയ്യിലുണ്ടാവുന്നു, അങ്ങനത്തെ സാധാരണ കോൾസ് തന്നെയാണ്. പിന്നെ യാദൃശ്യ കല്യാണാലോചനയിലേക്ക് അത് എത്തുന്നു എന്നുള്ളത്, അങ്ങനെ എത്തി എന്നുള്ളതല്ലാതെ പിന്നെ കല്യാണാലോചനയിലേക്ക് എത്തിയ ശേഷമാണ് അത് മുടങ്ങിയപ്പോഴാണ് അത് വിട്ടുകളയരുതെന്ന് തോന്നിയത്. മുടങ്ങുന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ജാതകം നോക്കിയപ്പോഴത്തേക്കും ഭീകര മാച്ചൊന്നും അല്ല. ഒപ്പിക്കൽസ് നോട്ട് ബാഡ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അത് പ്രണയമാണെങ്കിൽ നമ്മൾ ജാതകം നോക്കാൻ നിൽക്കില്ലല്ലോ. ഇത് പ്രണയം അങ്ങനെയൊന്നും ആയിരുന്നില്ല. ബട്ട് ജാതകം നോക്കി അത് ചേർന്നില്ല എന്നായപ്പോഴാണ്, അപ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊന്ന് അതുമായിട്ട് സെറ്റ് ആവുമല്ലോ. ആ ജാതകം നോക്കി മാച്ച് ആയില്ല എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാനസികമായിട്ട് എന്തിലോ ഒന്നിൽ ഹുക്ക് ചെയ്യുമല്ലോ. ആ ഹുക്കാണ് പിന്നീട് ഫുള്ള് വിടണ്ടാന്ന് തോന്നിക്കൊണ്ടിരുന്ന് നമ്മളെ കല്യാണം വരയ്ക്ക് എത്തിച്ചൊരു സംഭവം. ഓക്കെ. ഇങ്ങനെ മാറി നിന്ന സമയത്ത് സന്തോഷേൻ്റെ പടത്തിൽ കോസ്റ്റ്യൂമൊക്കെ ചെയ്യുമായിരുന്നു. അതെ. അപ്പോൾ അത് എങ്ങനെയാ, അതിലേക്കുള്ളൊരു ടേസ്റ്റ് നേരത്തെ ഉണ്ടോ, അതോ ഇങ്ങനത്തെ ഒരു സ്പേസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണോ? എങ്ങനെയാണ്? രണ്ടും അതിൻ്റെ ആവശ്യകതയായിരുന്നു. ഞാൻ വളരെ ചെറുതിലെ എനിക്ക് ഡിസൈനിങ് വളരെ ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. ഞാൻ ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്, കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷെ എനിക്ക് ഡസ്റ്റ് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഓട്ടോഇമ്മ്യൂണിറ്റിയുടെ കണക്റ്റഡ് സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് കാരണം എനിക്കതിങ്ങനെ ചെയ്യുമ്പം ഈ ലിൻറ്റൊക്കെ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡിസൈനിങ് മേഖല വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നത്. പക്ഷേ എനിക്ക് ഈ സമയത്ത് എനിക്ക് ഡബ്ബിങ്ങിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടും അപ്പം മറ്റൊരു മേഖലയിൽ എൻഗേജ്ഡ് ആവണം. നമ്മൾ ഇരുന്ന് പോകരുത്. അതെപ്പോഴും നമ്മളെ വല്ലാതെ താഴ്ത്തിക്കളയാതെ ആ ഒരു നമ്മളിങ്ങനെ എവിടെയെങ്കിലും താഴുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്നൊരു ഫയർ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു ഫയർ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഈ സംഭവം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് എത്തിയിട്ടാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്യട്ടെ പടത്തിൽ ഫസ്റ്റ് മൂവിയിൽ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സന്തോഷേട്ടന് 4 മൂവീസും കോസ്റ്റ്യൂം ചെയ്തു. ഇപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു മേഖലയിലേക്ക് നമ്മൾ വന്നു. അന്നും നമ്മൾ കുറേ ന്യൂ കമർ ആകുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും ലാസ്റ്റ് വിളിക്കപ്പെടുന്ന ആൾ, അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വരുമ്പോൾ ആ ഒരു ഇതേ അല്ല. കോമ്പറ്റീഷൻ കൂടുതലാണ്. ആൾക്കാർക്ക് അവനവൻ്റെ ടാലൻറ്റ് കാണിക്കാൻ ഓട്ടോമാറ്റിക്കലി സ്പേസ് ഉണ്ട്, അവിടെ നിന്നൊക്കെ ആൾക്കാർ പിക്ക് ആവുന്നുണ്ട്. അപ്പോഴാണ് തിരിച്ചു വരണത്. ഇപ്പോൾ ഈ ഒരു കമ്മിങ് ബാക്കിൽ വാട്ട് യു ഫീൽ? കമ്മിങ് ബാക്കിൽ ആക്ച്വലി ഇതൊരു കംബാക്ക് അങ്ങനെ ഞാൻ ആക്ച്വലി മെൻ്റലി ഞാൻ തിരിച്ചു വരാൻ പ്രിപ്പയർഡാണ്. ബട്ട് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല അതൊരു കംബാക്ക് തന്നെ ആയിരിക്കണമെന്ന്. പ്രയേഴ്സ് മാത്രം, എന്താണോ അത് നല്ലതിലേക്ക് എത്തട്ടെ എന്നുള്ള പ്രയേഴ്സ് മാത്രം. കാരണം എപ്പോഴും ഞാനാണെങ്കിലും വന്നിട്ടുള്ളത് പുതിയ ആർട്ടിസ്റ്റുകൾ വരാനുള്ള ഓപ്പണിങ്ങിലൂടെയാണ്. അതുപോലെ ഇന്നും ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിരിക്കുന്നു. എല്ലാവർക്കും ഡോസ് ആർ ഓപ്പൺ. സോ അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും ഡിവൈഡ് ആയി പോകും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്. അത് ക്വൈറ്റ് നാച്ചുറൽ. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. സോ ഒരിക്കൽ പോലും ഞാൻ തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും മറ്റൊരാളുടെ ഒരു അവസരം പോലും ഞാൻ ഒരാൾ വോയിസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലതാണോ എൻ്റെന്ന് ഫോൺ ചെയ്ത് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ് ഞാൻ ഇതേ ചെയ്തിട്ടുള്ളൂ, ഞാൻ ഇങ്ങനെ നിന്നിട്ടുള്ളൂ എന്നുള്ളത് എനിക്കെന്നും ചിന്തിക്കുമ്പം ഒരുപാട് എന്നെക്കുറിച്ച് പ്രൗഡായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഒരു ഫോൺ കോൾ പോലും ബിഹൈൻഡ് ഞാൻ പിന്നെ കൂടെ ഞാൻ വളഞ്ഞ് ചെയ്തിട്ടില്ല. എനിക്ക് ഡിസേർവിങ് ആണെങ്കിൽ മാത്രം കിട്ടുന്ന വർക്കുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇന്ന് വരെ. സോ അതിൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൗഡാണ് ആ കാര്യത്തിൽ. ചെറിയൊരു അഹങ്കാരം. അപ്പോൾ എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാം എന്നാണ് വിചാരിക്കണത് ഈ ഒരു മീരയെ? ഇപ്പോൾ കഴിഞ്ഞൊരു ഫേസൊക്കെ അതിൻ്റെ ഒരു മീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഡബ്ബിങ്ങിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് നിൽക്കണം എന്ന് ഞാൻ ശഠിക്കുന്ന മീരയല്ല.
എനിക്ക് എല്ലാം ചെയ്ത് നോക്കണം. ഞാൻ എത്ര കാലം എന്നെ കെട്ടിയിട്ടോ അതിൻ്റെ ഡബിൾ ഫോഴ്സിൽ തിരിച്ചു വരണം. എന്നെക്കൊണ്ട് എന്തൊക്കെ ഈശ്വരൻ എന്നെ സൃഷ്ടിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം മീര എന്ന് വിചാരിച്ചിരുന്നോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസിലേക്കായിരിക്കണം ഞാനിനി പോകുന്നത്. എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നോ ആ ഒരു മൊമെൻറ്റിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന മീര. എനിക്ക് ആക്ച്വലി ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ബിങ് വേറെ ഒരു പെർസ്പെക്റ്റീവിൽ ചെയ്യണം. അതിന് ഒരു പ്രാവശ്യം ഈ ഡബ്ബിങ് നമ്മൾ ഈ മൈക്കിൻ്റെ ഇപ്പറ നിന്നിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ കാണുന്നവർക്ക് ചിരി പൊട്ടത്തരാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് എൻ്റെ ഒരു പാഷനാണിപ്പം. എൻ്റെ തോട്ട് പ്രോസസ്സ് ഞാൻ ഷെയർ ചെയ്യാണ് കേട്ടോ. ഈ ഡബ്ബിങ്ങിന് ഈ മൈക്കിൻ്റെ ഇപ്പുറത്ത് മാത്രം നിന്നിട്ട് നമ്മളൊരു ക്യാരക്ടറിനെ ഡെലിവർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ പെർഫോം ചെയ്യുന്നു. ഇതിന് വേറെ പേഴ്സ്പെക്റ്റീവ്സ് ഇല്ലേ? മൈക്കിൻ്റെ അപ്പുറത്തോട്ട് അതിന് വേറെ പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ആക്ച്വലി ഇപ്പോഴത്തെ ഒരു ആർട്ടിസ്റ്റും ഇപ്പുറത്തെ ഒരു ആർട്ടിസ്റ്റും വന്നിട്ട് ഞാൻ അവരോട് ഡയലോഗ് പറയുന്നതും സ്ക്രീൻ നോക്കി ഡയലോഗ് പറയുന്നതും ക്യാമറ നോക്കി ഡയലോഗ് പറയുന്നതും എല്ലാം വേറെ വേറെയാണ്. എനിക്കിപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട്. സോ അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ബെറ്റർ ഡബ്ബിങ് കൊടുക്കാനായിരിക്കാം. എനിക്ക് എന്തിനാ അത് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു ക്യാരക്ടറെങ്കിലും അങ്ങനെ ചെയ്യാൻ നല്ലൊരു ക്യാരക്ടർ ചെയ്ത് നോക്കണം. ലുക്സ് അപ്പാർട്ട് ഒരു നല്ലൊരു സാധനം ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഡബ്ബിങ്ങിൽ തിരിച്ചു വന്നിട്ട് ഡബ്ബിങ് ചെയ്യണം തോന്നലുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ട്. അതുപോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു തോന്നലുകൾ ഇങ്ങനെ. RJ അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. RJസിന് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? എനിക്ക് മേ ബി ആ സമയത്തൊക്കെ നമ്മൾ ഈ ശബ്ദങ്ങളാണല്ലോ നമ്മൾ ഈ ക്ലോസ് സർക്കിളിലേക്ക് പോകുന്നൊരു സമയത്ത്, ഒരുപാട് ആളുകളെ കാണാത്ത സമയത്ത് നമുക്ക് ശബ്ദങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടും. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ റാൻഡമായിട്ട് പേരുകൾ പോലും സത്യത്തിൽ നോക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് ഒരുപാട് ശബ്ദങ്ങൾ എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു. RJസിനോട് എനിക്കിഷ്ടം, ഭയങ്കര ഇഷ്ടം. നമ്മളെ കൺസോൾ ചെയ്യാൻ പറ്റുന്ന ശബ്ദങ്ങളല്ലേ? ഒരുപാട് സൂതിങ് ആയിട്ടുള്ള ശബ്ദങ്ങൾ, ഒരുപാട് പ്ലസൻ്റ് ആയിട്ടുള്ള ശബ്ദങ്ങളുണ്ട്. ഭയങ്കര എന്താണ്, ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന, ഹാപ്പിനെസ് ഡെലിവർ ചെയ്യുന്ന ഒരുപാട് ശബ്ദങ്ങൾ എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തായാലും മീരയുടെ ഈ എല്ലാ ഇഷ്ടങ്ങളിൽ കൂടെയും മീര എങ്ങനെ ഈ ഒരു റീജുവനേറ്റഡ് വേർഷൻ ഓഫ് മീരയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമുക്കിവിടെ കിട്ടിയ ഈ കുറച്ച് മൊമെൻറ്റ്സ് ശരിക്കും പ്രഷ്യസ്, ആ ഒരു ടേം യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു ആൻഡ് അതെല്ലാം ശരിക്കും ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു, കുറച്ച് പേർക്കെങ്കിലും ഇൻസ്പയറിങ്ങും ആയിരിക്കും. എനിക്കറിയില്ല, ഞാൻ ഫുള്ള് എൻ്റെ പൊട്ടത്തരങ്ങൾ പറഞ്ഞതുപോലെ എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ എന്താ പറയുക, ഒന്നും പ്ലാൻഡ് അല്ലാതെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന എന്തൊക്കെയോ ആണ് വാരി വിളിച്ചിട്ടത്. സോ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അടുത്ത ആഴ്ച.